പക്ഷെ ചിലരാണെങ്കിൽ ആ സമ്മാനം കൃത്യമായി എടുത്ത് ഉപയോഗിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ദൈവം ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ നൽകിയ ഗിഫ്റ്റ് എടുത്ത് അവനവന്റെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ വിജയിച്ചു കണ്ടു. ഫിറ്റ്നസിന് മലയാളം വേറെ ഇല്ല. വിജയിച്ചു കണ്ടു. വിജയിച്ചവരുടെ പാതയിൽ അവരനുഭവങ്ങളിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള ഷെയറിങ്, അനുഭവവും ശക്തിയും പ്രതീക്ഷയും, ആ ശക്തിയുടെ ഷെയറിങ് കേട്ടിരുന്നു. വ്യക്തിപരമായിട്ട് കേട്ടിട്ടുണ്ട്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ കേട്ടു. വ്യക്തികൾ ആ ശക്തി പകർന്നു തന്നതുകൊണ്ട് മാത്രമാണ് അതിലേക്ക് എനിക്കും എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായത്. അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നു എന്നാണ്, അല്ലാതെ വെറും അനുഭവം പങ്കുവയ്ക്കൽ അല്ലല്ലോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഷെയറിങ്. വളരെ കൃത്യമായിട്ട് എന്താ പങ്കുവെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസ്, സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മൂന്നും പങ്കുവയ്ക്കലാണ്. അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടണം. അതിൽ നിന്ന് ലഭിച്ച ശക്തിയിൽ ഞാൻ എത്രത്തോളം ശക്തമായി നിലകൊള്ളുന്നു, മുന്നോട്ട് പോകുന്നു എന്നത് പങ്കുവയ്ക്കപ്പെടണം. എനിക്ക് നാളെക്കുറിച്ച് പ്രതീക്ഷകളുണ്ട്. നാളെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്നുള്ള വേറെ കാര്യമാണ്. പക്ഷെ എനിക്ക് പ്രതീക്ഷകളുണ്ട്. പ്രതീക്ഷയോടെ ജീവിക്കാൻ പഠിപ്പിക്കും. ആ പ്രതീക്ഷകളെല്ലാം നിറവേറണമെന്നില്ലെങ്കിൽ പോലും പല അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഞാൻ അതിലേക്ക് പോവുകയല്ല, ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ വന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് നോട്ട് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് വേറെ സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഒരു പറ്റം തത്വങ്ങളുടെ കൂമ്പാരമല്ല ആൽക്കഹോളിക്സ് അനോണിമസ്. ആൽക്കഹോളിക്സ് ഇൻ ആക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. മദ്യാസക്തര് പ്രവർത്തിക്കുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പദ്ധതി. ഓരോ മദ്യാസക്തനും ഓരോ വ്യക്തി തന്നെയാണ്. അവരൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ഒരു തത്വങ്ങളുടെ കൂമ്പാരമല്ല ആൽക്കഹോളിക്സ് അനോണിമസ്. ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു തത്വങ്ങളുടെ കൂമ്പാരമായി ഇരുന്നാൽ ഒരുപക്ഷെ തകർന്ന ഏതോ സമയത്ത് ഇത് കെട്ടടങ്ങിയിട്ടുണ്ടാവും. ആൽക്കഹോളിക്സ് ഇൻ ആക്ഷൻ തന്നെ പറയണം. മദ്യാസക്തരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു വാക്കിനെ എടുത്തുകൊണ്ട് മാത്രം അനാമധേയത്വം എന്നുള്ളത് നമ്മുടെ ആത്മീയ അടിത്തറയാവുമ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതുള്ളപ്പോൾ ഓരോ വ്യക്തിയും അവനവന്റെ ആത്മീയ എളിമ കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവനവനെ പ്രൊജക്റ്റ് ചെയ്ത് പുറം ലോകത്ത് എത്തിക്കാതെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ പുറം ലോകത്ത് എത്തിക്കുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു സംഗതിയാണ്. അതിന് ഏക്കുള്ളിൽ യാതൊരു വ്യക്തികളും ഇല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. അത് വിപരീത അർത്ഥമാണ് ഉണ്ടാക്കുന്നത്. 7 വ്യക്തികളുണ്ട്, 7 വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുറച്ച് സമയത്തിന് മുമ്പ് ഞാന് ശരിക്കും വണ്ടി ഓടിച്ചു വരികയായിരുന്നു. നാളെ അവിടെ ഒരു പരിപാടി. ഞാനൊരു ഡ്രൈവിങ്ങിലായിരുന്നു. ഇവിടെ എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നാളത്തെ ഒരു പരിപാടിക്ക് പോണമല്ലോ. അപ്പം മകന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ വളരെ പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് പങ്കെടുക്കുന്ന വെല്ലിംഗ്ടൺ, കന്യാകുമാരി, അദ്ദേഹത്തിന് മലയാളം കേൾക്കാൻ വലിയ ഇഷ്ടമാണ്, മനസ്സിലാവും എന്നാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞു നല്ലോണം മനസ്സിലാവും. അദ്ദേഹം തമിഴ്നാട്ടിലുള്ള നമ്മളെ മെമ്പറാണ്. അദ്ദേഹം എന്നോട് കുറെ സംസാരിച്ചു. ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തതിൽ കയറാൻ പറഞ്ഞു. അദ്ദേഹം 4 വർഷം സുബോധാവസ്ഥയിൽ നല്ല രീതിയിൽ പോകുന്നൊരു മെമ്പറാണ്. അദ്ദേഹത്തോട് ഞാൻ വളരെയധികം നല്ല രീതിയിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം അദ്ദേഹം പറഞ്ഞു, കുറച്ച് ആൾക്കാരാണ് എന്നോട് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ളത്, കുറച്ച് ആൾക്കാരാണ് എനിക്ക് വേണ്ടി സംശയങ്ങൾ ദൂരീകരിക്കാൻ തയ്യാറായിട്ടുള്ളവർ, കുറച്ച് ആൾക്കാരാണ് ഞാൻ വിളിക്കുമ്പോൾ ഏത് കാര്യത്തിനും ശരി ഞാനും വരാം, അല്ലെങ്കിൽ ഞാൻ പങ്കെടുക്കാം, ഞാൻ അതിന് ശ്രമിക്കാം, ഞാൻ അതിന് പ്രവർത്തിക്കാം എന്നുള്ള പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നിട്ടുള്ളത്. അദ്ദേഹം തമിഴ്നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ സീനിയർ ആയിട്ടുള്ള കുറച്ച് അംഗങ്ങളുടെയൊക്കെ പേരൊക്കെ പറഞ്ഞു. ഞാൻ പേര് വിവരങ്ങൾ ഇവിടെ പറയുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യങ്ങളിലേക്ക് വ്യക്തിതലങ്ങളിൽ എത്തുമ്പം ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന 5 or 10 പേരുടെ പേര് മാത്രം വരുന്നു? ആ സുഹൃത്തു എന്നോട് അതാ പറഞ്ഞു. എന്തുകൊണ്ട് വരുന്നു? സത്യത്തിൽ അവരാണ് അതിലിടപെട്ട് പ്രവർത്തിക്കുന്നവർ എന്നതുകൊണ്ട് മാത്രം. മറ്റുള്ളവർ പ്രവർത്തിക്കാതിരിക്കുന്നത് കുറ്റാണോ തെറ്റാണോ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവർ പ്രവർത്തിക്കാത്തത് കൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം ഇല്ലാതാവും, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് വ്യക്തികളാണോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ
പ്രവർത്തന പദത്തിലെത്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ലഭിക്കേണ്ടത് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. യാതൊരു മനുഷ്യനൊന്നും കൊടുത്തില്ലെങ്കിൽ അവർ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ വളരെ നന്ദിപൂർവ്വം ചിന്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് മുമ്പ് കടന്നുപോയ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ സന്ദേശം എനിക്ക് വേണ്ടി കാത്തുവെച്ച ഓരോ വ്യക്തികളോടും എനിക്ക് സ്നേഹമാണ്, എനിക്ക് ബഹുമാനമുണ്ട്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും എനിക്ക് വേണ്ടിയാണ് കാത്തുവെച്ചതെന്ന് ഞാൻ പറയും. പണ്ടൊരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബിൽഡബ്ല്യു ശരിക്കും ഇത് ചെയ്തത് എനിക്ക് വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ബില്ല് ജനിക്കുകയും മരിക്കുകയും ചെയ്ത കാലത്തൊന്നും നിങ്ങളില്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞേ ഞാൻ ജനിച്ച കുറച്ച് ലേറ്റായി പോയി, കുടി തുടങ്ങുന്നതിന് പിന്നെ ബില്ല് മരിച്ചും പോയി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഒരു കാര്യമുണ്ട്, അതിന്റെ അന്ന് അയാൾ അത് ചെയ്തു വെച്ചുകൊണ്ടാണ് ഇന്ന് ജീവനോടെ നിലനിൽക്കണമെന്നുള്ളത് സത്യമാണത്. ഒട്ടനവധി വ്യക്തികൾ, റിമാർക്കബിൾ പേഴ്സണാലിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയും, ഒട്ടനവധി വ്യക്തികൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ശരിക്കും പറഞ്ഞ കഠിനാധ്വാനം ചെയ്യുകയും അവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകുകയും ഒക്കെ ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരാരെയും നമ്മൾ വർഷിപ്പ് ചെയ്യണില്ല, നമ്മൾ അവരാരെയും ആരാധിക്കുന്നില്ല, നമ്മൾ അവരെ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ സ്മാരകങ്ങൾ സൃഷ്ടിക്കുന്നില്ല, അവരുടെ പ്രതിമയൊന്നും കെട്ടിപ്പൊക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ മനസ്സിന്റെ ഉള്ളില് തീർച്ചയായിട്ടും അത്തരം വ്യക്തിത്വങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു എന്നതിൽ ഒരു സംശയമില്ല. ബില്ല് മരിച്ചിട്ടുണ്ട്, വർഷങ്ങളായി. ഞാനൊരു ദിവസം ഒരു 4-5 വർഷം മുമ്പ് ഒരു മീറ്റിങ്ങിന് പോയിട്ട് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു, നമ്മുടെയൊക്കെ നാവിലൂടെ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കോഴിക്കോടൊക്കെ ജീവിക്കണം നമ്മളെ പോലുള്ള മദ്യാസക്തരുടെ നാവിലൂടെ അയാൾ ജീവിക്കുന്നു. ഈ അടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞില്ലടോ, ഷെയറിങ്ങിൽ എത്രയോ പേര് പറഞ്ഞു ബില്ല് പറഞ്ഞു അല്ലെ, ബില്ല് അങ്ങനെ ചെയ്തു, ബില്ല് ഇങ്ങനെ ചെയ്തു, ബില്ല് എന്ന് പറഞ്ഞു. ഇനി മദ്യാസക്ത സമൂഹം ഇല്ലാതാകുന്ന കാലത്തോളം നമ്മുടെയൊക്കെ നാവിലൂടെ അയാൾ ജീവിക്കണില്ലേ, നമ്മളെയൊക്കെ തലച്ചോറിൽ അയാളുടെ പേര് തിളങ്ങണില്ലേ, റിഫ്ലക്ട് ചെയ്യണില്ലേ എന്ന് ഞാൻ ചോദിച്ചു. സത്യമല്ലേ? സത്യം. അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് മരണം ഇല്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ആ പേരും കാര്യങ്ങളൊക്കെ എന്നും ഒരു പ്രാവശ്യമെങ്കിലും ഭൂമിയിൽ ഒരാളും ഉച്ചരിക്കാത്ത ഒരു ദിവസം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു, മൊത്തം വേൾഡ് കണക്കാക്കി കഴിഞ്ഞാൽ. അപ്പൊ അത്തരത്തില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ആ വ്യക്തികളിൽ നിന്നും നേതൃത്വത്തിലേക്ക് കഴിയുന്ന ആൾക്കാർ മുകളിലേക്ക് വരാറുണ്ട്, അവർ നേതൃത്വ സ്ഥാനങ്ങളിൽ എത്താറുണ്ട്. അവർ ഏറ്റെടുത്ത സേവനം എന്താണോ അതിനെ അവരെ കൊണ്ട് കഴിയുന്നത്ര അവർ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നേതൃത്വ മേഖലയിലേക്ക് കടക്കുന്നില്ല, നമുക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നിന്ന് പറയാൻ ശ്രമിക്കുകയാണ്. എങ്കിലും ഞാൻ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ നേതൃത്വം എന്നുള്ളത് വളരെ ഇൻവേർട്ടർ കോമായിട്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ആരാണ്? നമ്മളൊരു പൊതുസമാധാനത്തിന് വേണ്ടി പഠിച്ച് പാസ്സായി PhD എടുത്ത് വന്നവരല്ല. നമ്മളൊരു മതത്തിന്റെ ഒരു ദൈവികതയുടെ പഠനശാലയിൽ നിന്ന് വന്നവരല്ല. നമ്മൾ സമൂഹ പരിഷ്കർത്താക്കളാകുന്നതിന്റെ ഡോക്ടറേറ്റ് എടുത്തിട്ട് വന്നവരല്ല. നമ്മൾ സമൂഹ മനസാക്ഷിയിൽ നിന്ന് വെട്ടിത്തിളങ്ങി വന്നവരല്ല. വി ആർ ദ ഫ്രണ്ട്സ് ഓഫ് ഡിഫക്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. തകരാറുകളുടെ കൂട്ടുകാരാണ് നമ്മൾ. തകർന്നടിഞ്ഞ് മോശപ്പെട്ട അന്തരീക്ഷത്തില് വളരെയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സ്വഭാവ ദൂഷ്യങ്ങളും വൈകൃതങ്ങളും ഒക്കെ ആയിട്ട് വന്ന് കയറിയവരാണ് നമ്മൾ. ഒരു മനുഷ്യനും രക്ഷപ്പെടുമെന്ന് കരുതിയിട്ടുള്ള ഒറ്റ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. പക്ഷെ എല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെടില്ല എന്ന് സമൂഹവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വിശ്വസിച്ച പലരും ഇന്ന് രക്ഷപ്പെട്ട അത്യുജ്വലമായിട്ട് നിൽക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളിൽ, അങ്ങനെയുള്ള മനുഷ്യരുടെ, മദ്യാസക്തരുടെ, അങ്ങനെയുള്ള മദ്യാസക്ത വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ തകരാറുകൾ ഉണ്ടാവാം. തകരാറുകളെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ വീണ്ടും അത് തിരുത്തപ്പെടാൻ കഴിയുന്നത്ര കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തകരാറുകൾ ഉണ്ടാകുമ്പോൾ അത് മാത്രം നമ്മൾ പൊക്കിയെടുക്കാതെ അതിന് അപ്പുറത്തെ ഭാഗത്ത് അയാൾ എത്രത്തോളം നന്മകൾ ആൽക്കഹോളിക്സ് അനോണിമസിനെങ്കിലും ചെയ്യുന്നു എന്നുള്ള കാര്യം പരിശോധിക്കുന്നതാണ് ഏറ്റവും നന്നാവുക എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും തകരാറുള്ളവർ തന്നെ. കുറച്ച് തകരാറ് ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചിലർ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ കരുതാം.
ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിലനിൽപ്പിനായി. അപ്പൊ അത്തരം ഒരവസ്ഥയിൽ മാത്രമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ആ ലീഡർഷിപ്പിനെ എന്നുള്ള പിന്നെ ബില്ലിന്റെ ലേഖനം മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ അത് മാത്രം പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. അതിൽ ഓരോ സംഗതിയും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലാണ് ബില്ല് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലീഡർഷിപ്പിൽ വരുന്നവർ എത്തരത്തിലുള്ളവരായിരിക്കും, അവർ എങ്ങനെയുള്ളവരായിരിക്കും, അവർ ഏത് അവസ്ഥയിൽ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും എന്ന്. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, തൊഴിൽ ഇടങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ ഉള്ള കിട്ടുന്ന ചെറിയ പൈസ പോലും AI-യുടെ ചില പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചിട്ട് സാരല്ല, ചെറിയ പൈസയല്ലേ, എനിക്ക് തിരിച്ചു വേണ്ട, ഒരു നന്മയ്ക്കുള്ള പ്രവൃത്തിയില്ല, അത് അവിടെ നോട്ടെ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. AI-യുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റിക്കർ ഒട്ടിക്കാനാവട്ടെ, ഒരു പ്രിന്റിംഗ് നടത്താനാവട്ടെ, മറ്റൊരു കാര്യങ്ങൾക്കാവട്ടെ, ഒരു മീറ്റിംഗ് ലിസ്റ്റ് അടിക്കാനാവട്ടെ, ഒരു മീറ്റിങ്ങിന് സ്ഥലം ചോദിക്കാനാവട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ദിവസത്തെയും 2 ദിവസത്തെയും കൂലി വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഇന്ന് പണിക്ക് പോകണില്ല, ഇത് ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞ് പണി മാറ്റി വെച്ച് നിത്യ കൂലിക്ക് പോകുന്ന മനുഷ്യരെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗങ്ങളെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. AI-ക്ക് വേണ്ടിയാണ്, ഒന്ന് പോകണം, ഞാൻ ഇന്ന് പണിക്ക് പോകണില്ല, ആ പൈസ വേണ്ട, മറ്റേ പൈസ കിട്ടും, ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, അല്ല നിങ്ങൾ പണിക്ക് വെക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലരോട്. അപ്പൊ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം പണിക്ക് പോയില്ലെന്ന് പറഞ്ഞ് പട്ടിണിയൊന്നും ആവില്ല, ദൈവം സഹായിച്ച് ഇന്ന് കുടിക്കണില്ല, ഉണ്ട്, അതുകൊണ്ട് സന്തോഷവും സമാധാനവും വീട്ടിലുണ്ട്, അതുകൊണ്ട് ഈ പരിപാടി നടക്കട്ടെ, ഞാനും കൂടെ വരാം, ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ വരി. പല പ്രവർത്തനങ്ങളും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നടത്തുന്ന അംഗങ്ങളെ കണ്ടിട്ടുണ്ട്. വിമർശനാത്മകമായിട്ട് പറയല്ലോ, ഒന്നും ചെയ്യാത്തവരും ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അത്തരം വ്യക്തികളൊക്കെ എനിക്കായാലും ശരി, എന്നെ പോലെ ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള ഏത് അംഗമായാലും ശരി, അയാളോട് തോന്നുന്ന വികാരം എന്തായിരിക്കും, അയാളെ കുലമേത്, അയാളെ ജോലി ഏത്, അയാൾക്ക് എത്ര വരുമാനം കിട്ടുന്നു, അയാൾ എത്ര വിദ്യാസമ്പന്നാണെന്ന് ഒന്നും പരിഗണിക്കാതെ ഒരു ബഹുമാനം അയാളോട് തോന്നും. കാരണം അയാൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തി നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അയാൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്കപ്പുറത്തേക്കുള്ള തലത്തിലേക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ എടുത്തുയർത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഒരു കാര്യം കൂടെ പറയുകയാണ് ഇതിൽ കൺക്ലൂഡിങ്. ഒരു വ്യക്തി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേരിൽ അറിയപ്പെടാൻ വേണ്ടി എന്തെങ്കിലും വിക്രിയകൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾക്ക് എതിരാണ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അനോണിമിറ്റിക്ക് എതിരാണ്. അത് ഏതിന്റെ പേര് പറഞ്ഞിരുന്നാലും ശരി തന്നെ, അത് തികച്ചും അനാമധേയത്വ ലംഘനമാണ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾക്കെതിരാണ്. ആ വ്യക്തികളെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗങ്ങൾ അത്തരം വ്യക്തികളെ എങ്ങനെ നോക്കും എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ഏതിന്റെ പേരിലായാലും പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ഉണ്ടാക്കാം. ഞാനാണ് ഇത്രയും പേരെ എങ്ങനെ സുബോധത്തിൽ നിർത്തുന്നത്, അല്ലെങ്കിൽ ഞാൻ AI-ന്റെ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വേണമെങ്കിൽ പ്രസിദ്ധിയാവാം. ഇല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിനെ വിമർശിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയാലും മതി, ആവാം. വ്യക്തി പുറത്തറിയപ്പെടും. അത്തരം അറിയപ്പെടലുകൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അന്തസ്സത്തല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് അനാമധേയത്വ ലംഘനമാണ്, അനോണിമിറ്റി ബ്രേക്കാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12ാമത്തെ പാരമ്പര്യം നമ്മുടെ ആത്മീയ അടിത്തറയാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ BW ശേഷം വരാന്നില്ലെങ്കിൽ ആര് രക്ഷിക്കും എന്ന ചോദ്യത്തിന് ബില്ല് വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞത് അനോണിമിറ്റി വിൽ സേഫ് ഗാർഡ് യു എന്നാണ്. നിങ്ങളുടെ അനാമധേയത്വം സംരക്ഷിക്കും, വേറെ ആരും സംരക്ഷിക്കേണ്ട. അനോണിമിറ്റി പാലിച്ചു കഴിഞ്ഞാൽ മദ്യാസക്തർക്ക് മരണം വരെ ഒരു പ്രശ്നം ഉണ്ടാവാതെ പോകാൻ സാധിക്കും. അതൊരു സംരക്ഷണ കവചമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഒരു കൺക്ലൂഡിങ് ആയിട്ട് പറയാണ്, വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണം എന്നുള്ളത്. ഒരു വ്യക്തിക്കും ആൽക്കഹോളിക്സ് അനോണിമസിലെ വ്യക്തിയല്ല, വ്യക്തിത്വമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ചിന്തിക്കാൻ വരട്ടെ. അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12ാം പാരമ്പര്യത്തിനുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണത്.
എപ്പോഴും തത്വങ്ങളെ മുന്നിൽ വയ്ക്കുക. വ്യക്തികൾ അതിന്റെ പിന്നിലുണ്ട്. മുന്നോട്ട് വയ്ക്കാൻ ഒരു വ്യക്തിയുടെ കൈയില്ലെങ്കിൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകും? പ്രവർത്തിപ്പിക്കാൻ ഒരു യന്ത്രമില്ലെങ്കിൽ, ഒരു യന്ത്രം മാത്രം അവിടെ കൊണ്ടുവച്ചാൽ പറ്റൂലല്ലോ. ഒന്ന് അതായത് പിന്നെ സ്വിച്ച് ഇട്ടാ പ്രവർത്തിക്കുന്നതാണെങ്കിൽ പോലും ഒരു സ്വിച്ച് ഇടാൻ ഒരാൾ വേണമല്ലോ എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് കൃത്യമായി നമ്മൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വായിച്ച്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി പരിശോധിച്ച് അത് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശരിക്കും ഇത്തരം ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇനി കുറച്ച് സമയം നമുക്ക് വേണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറിവിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മറുപടി പറയാൻ ശ്രമിക്കാം. എനിക്ക് ഇവിടെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിന് എൻ്റെ എല്ലാവരോടും കേട്ടിരുന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.